താങ്ക് യു സോ മച്ച്. ഞാൻ രാവിലെ തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ വിസിറ്റിൽ ചെയ്യാൻ ഒരുപാട് സന്തോഷം. സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് എല്ലായിടത്തും. ഞാനിപ്പോൾ തൃശ്ശൂർ രാഗത്തിലാണ്. ഗംഭീര ഫീഡ്ബാക്ക്, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ രാവിലെ തന്നെ എല്ലാം പറഞ്ഞു. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ഷൻ സിനിമകൾ ഇങ്ങനെ പ്രേക്ഷകർ, നമുക്കറിയാം ഇത് ഭയങ്കര വയലൻ്റ് ആയ സിനിമയാണ്. ബട്ട് ഐ തിങ്ക് കറക്റ്റ്ലി അത് ഇൻഫോം ചെയ്തു. ആൻഡ് എല്ലാവർക്കും യൂത്തിനും ഭയങ്കര ഫാമിലീസ് ഓഡിയൻസിനും കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു പക്ക ഫാമിലിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു നായകന്റെ കഥയാണ്. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഷെരീഫ് പറയും. ഫസ്റ്റ് കൊടുത്തൽ തന്നെ ഉണ്ണിമൂന്നൻ എന്ന ആക്ടറിന്റെ ഒരു വിജയം അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവർ പല രീതിയിലുള്ള കമന്റും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ ഇപ്പം ഒരു പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂറായി. അപ്പൊ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയ ത്രൂ അത് വന്നിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇല്ലില്ല, ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം. അഭിപ്രായങ്ങൾ എല്ലാവരും പറയട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഞാനിങ്ങനെ ഇമോഷണലി സംസാരിക്കുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുക. അതിന് വേണ്ടി എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഷെരീഫുണ്ട്, ആൻസനുണ്ട്, അനീഫ്, ഈ പടത്തിൻ്റെ എഡിറ്റർ ഷമീറൊക്കെ ഞാൻ 13-14 വർഷത്തെ പരിചയമുണ്ട്. അപ്പം ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്നൊരു സിനിമ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗംഭീര ഫീഡ്ബാക്കാണ്. ഞാൻ ആക്ച്വലി ഇത്രയും വിചാരിച്ചില്ല. ഒരു ആക്ഷൻ പടം, നല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷെരീഫ് ക്യൂബ്സ്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കോൺഫിഡൻസും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഇപ്പോൾ രവി ബസൂർ സാറാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഡിഫിക്കൽട്ടാണ് ഇവരെ കൊണ്ടുവരാൻ. അപ്പോൾ KGF ഒക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷെ ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും, ഈ സിനിമയെ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് ഞാൻ പണ്ടും പറഞ്ഞ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നുമില്ല. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പോൾ പിള്ളേരൊക്കെ കൈയടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. ബിക്കോസ് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു 2.5 വർഷം 3 വർഷത്തെ ഒരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഒരു ടീസറും കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ പുറത്തുവിട്ടത്. പക്ഷേ ഹൈ ക്വാളിറ്റി കോണ്ടന്റ് നമുക്ക് മലയാളത്തിൽ നിന്ന് അന്യഭാഷ സിനിമകൾ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു നമുക്കും അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ അവിടെ എല്ലാം മിടുക്കന്മാരായ ടെക്നീഷ്യൻസ് ഉണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഒരു മലയാളം സിനിമയാണ്. ഐ തിങ്ക് ഇതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത കബീറും യുക്തി മാത്രമാണ് പുറമേ നിന്ന ആക്ടേഴ്സ്. ബാക്കി എല്ലാവരും നമ്മുടെ കേരളത്തിലെ മലയാളി നിങ്ങളെ പോലെയൊക്കെയുള്ളൊരു ടെക്നീഷ്യൻസും എല്ലാവരൊക്കെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി തന്ന ഓഡിയൻസിനും എല്ലാവരും. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ള വേറൊരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇറങ്ങിയിട്ടില്ല. കില്ലിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയണത്. കില്ലെന്ന സിനിമയെക്കാളും കൂടുതലായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഓഡിയൻസിന് അങ്ങനെ തോന്നി കാണും. ആൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഞാൻ വേറെ സിനിമയെ കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ കില്ല് മാത്രമല്ല, ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ആക്ഷൻ സിനിമകളും എനിക്ക് ആക്ഷൻ ഹീറോസിനെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ തന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് നോൺ സ്റ്റോപ്പ് കട്ടില്ലാത്ത ഡ്യൂപ്പില്ലാത്ത ഫൈറ്റ്സും ഒക്കെ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോവും. പക്ഷേ കലൈ കിങ്സൺ, അനീഫ്, എൻ്റെ ADs അവരെല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത ഈവൻ VFX CG വർക്ക് ചെയ്തപ്പോൾ ഇൻട്രോ ഷോട്ടും ടെക്നിക്കലി ഓൺ സ്പോട്ട് സിനിമയാണ്. നമ്മുടെ ഈ സിനിമ നിങ്ങൾ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് സന്തോഷവും അഹങ്കാരം എനിക്കുണ്ട്. അതർവൈസ് വേറെ ബിക്കോസ് നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ മലയാളത്തിൽ നിന്നൊരു XYZ സിനിമ എന്താ വരാൻ പറ്റുമോ? നമ്മൾ പൈസ ഇറക്കിയിട്ടുണ്ട്, ക്വാളിറ്റിയും തന്നിട്ടുണ്ട്, ആൻഡ് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ കുറച്ച് വിസിലടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ബെഞ്ച് മാർക്ക് അല്ല, ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസ് ആണ്. എനിക്കും ഒരുപാട് വർഷമായി, ഞാൻ 5-6 വർഷമായി ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിന്നത്. തിരിച്ച് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അഗൈൻ നിങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാം, ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെ ആയിരിക്കണം. ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കോയേക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ. ബിക്കോസ് ദി ഓഡിയൻസ് ഡിസേർവ് ഇറ്റ്.
താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയോട് കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത്? മല്ലു സിംഗ് വന്നപ്പോൾ ഉണ്ണി ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഇങ്ങനെ ഇത്രയും വയലൻസ് ആയിട്ടുള്ള സിനിമ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കും ഇതിനകത്തുണ്ട്. കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? ഷെരീഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിഞ്ഞതിന്റെ ഭയങ്കര സന്തോഷം. അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വളരെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുകളിലുള്ള ആൾക്കാരാണ് നമ്മളെ പോലെയുള്ള ഫാമിലീസ്. ചേച്ചി ഇങ്ങോട്ട് വരും. ഒരു ഇതെങ്ങനെ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ത്രില്ലർ മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ത്രില്ലർ ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈപ്പ് കൂടുന്നത് പ്രേക്ഷകന്റെ താല്പര്യം അനുസരിച്ചാണ്. നമ്മളൊരു പോസ്റ്റർ പുറത്തു വിടുമ്പോഴും അല്ലെങ്കിൽ ഒരു ടീസർ പുറത്തു വിട്ടപ്പോഴും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് ഇഷ്ടപ്പെട്ട് അത് ഹൈപ്പിലേക്ക് മാറാൻ ചെയ്യണം. ബിക്കോസ് എനിക്കോ ഷരീഫിനോ അല്ലെങ്കിൽ ഹനീഫിനോ ഇത് ഹൈപ്പ് കൂട്ടാൻ പറ്റില്ല. നമുക്ക് കോണ്ടന്റ് മാത്രമാണ് പുറത്തു വിടാൻ പറ്റുന്നത്. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഞങ്ങൾ ചെയ്ത വർക്ക്. ഇപ്പോൾ 10 പോയിന്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്തത്. ഗ്രേറ്റ് വർക്ക്. ഐ മീൻ ഇതിൻ്റെ ടീസർ കട്ട് ചെയ്തത് ഷമീറിൻ്റെ അസിസ്റ്റൻ്റായ ദേവാനന്ദ് എന്ന് പറഞ്ഞൊരു ചെറിയ ചെക്കന്മാരെല്ലാവരും. ബട്ട് ഇതിന് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ കുറേ തിലകൻ സാറിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള അഭിമന്യു ഡെബ്യൂ ചെയ്യുന്നുണ്ട്, ഇഷാൻ എന്ന് പറഞ്ഞിട്ട്, ധ്രുവ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ആൻഡ് ഐ മീൻ എൻ്റെ കൂടെ ജയഗണേഷിൽ വർക്ക് ചെയ്ത റയാനുണ്ട്. അപ്പോൾ റയാനും എനിക്കും ജയഗണേഷിന് ശേഷം ഇതിൽ ഭയങ്കര ഹിറ്റ് വേണമെന്നുണ്ടായിരുന്നു. സോ ഈസ് വെരി ഹാപ്പി. ഇവിടെ വർക്ക് ചെയ്തപ്പോൾ ഷെരീഫിന് 2 കുട്ടികളും ഇതിലുണ്ട്. അപ്പോൾ ഐ മീൻ ഇറ്റ്സ് എ ഫാമിലി മൂവി. പക്ഷേ വെരി ആക്ഷൻ ഓറിയൻറ്റഡ്, വയലൻറ്റ്, ത്രില്ലർ, സ്റ്റൈലിഷ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഇത് മഹത്തായ സിനിമയൊന്നുമില്ല, ഗംഭീരമായിട്ട് പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തിയേറ്ററിൽ ബുക്കിങ്ങിൽ കാണുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അനൗൺസ് ചെയ്ത സമയത്ത് അപ്പോൾ ഔട്ട്സൈഡ് കേരള ഇപ്പോൾ ട്രിപ്പിൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. GCC വൈകണിങ് ഐ തിങ്ക് എൻ്റെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമയിലേക്ക് എത്തിയത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ട് ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെ സിനിമയൊക്കെ നാട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു നിങ്ങളെല്ലാവരും വിസിലടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കിട്ടുക. ഞാൻ പണ്ട് വിസിലടിച്ചത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു എന്താ പറയുക, അടുത്ത സിനിമ ഇതിനെക്കാട്ടിയും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. ഇതൊരു കോൺഫിഡൻസ് ആണ് സംബന്ധിച്ച്. അപ്പോൾ ഇത് അഗെയിൻ എപ്പോഴും ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാക്കിംഗ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ആണ്. എൻ്റെ കയ്യിൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ബട്ട് ഇറ്റ്സ് ബിക്കോസ് ഷെരീഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ കാസ്റ്റ് ആൻഡ് ക്രൂ ആൻസൺ വന്നു. ലൈക്ക് ആൻസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ദി ബെസ്റ്റ്. ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത ദേവരാജിൻ്റെ ക്യാരക്ടർ, ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കോയ്ക്ക് ശേഷം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ ദേവരാജിനെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ഐ റിയലി ഹോപ്പ് ഈ സിനിമ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരട്ടെ. ആൻഡ് ടു ദി എൻറ്റയർ ടീം, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓഡിയൻസിന് ഒരുപാട് നന്ദി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ പ്രീ പ്രൊമോഷനൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. എന്നിട്ടും നമ്മൾ വിടുന്ന ഓരോ കോണ്ടന്റ് നിങ്ങളത് ക്യാരി ചെയ്ത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഐ ആം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എല്ലാ സിനിമകൾക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. ഐ എം ഗ്ലാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് സിനിമ വിജയിച്ചു. അതാണ് മെയിനായിട്ട്. ബിക്കോസ് നമ്മൾ ഞാൻ പറയില്ല 3 വർഷമായിട്ട് ഒരു സിനിമയുടെ ബാക്കിൽ ഞാൻ നിൽക്കുക. ഇന്നത് വിജയിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, ഇവർ രണ്ടുപേരും മിണ്ടുന്നില്ല. പക്ഷേ ഒരു കാര്യമാണ്, ഒറ്റ കാര്യമാണ്, ഇതുവരെയുള്ള റെസ്പോൺസ് വെച്ചിട്ട് ആളുകൾ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ പോസിറ്റീവ് റിവ്യൂസ് കൊണ്ട്. അപ്പം ഈ കൂടുതലായിട്ടും ആ +1 +2 ഏജിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ പടം കാണണമെന്നുള്ളത്. അവർ അണ്ടർ 18 ഏജാണ്. അപ്പം അവരോട് എന്താ പറയാനുള്ളത് വിജയൻ? ഒഫീഷ്യലി ഇത് 18 വയസ്സ് വേണം സിനിമ കാണാൻ. ഒഫീഷ്യലി പാർട്ട് 2 എപ്പോഴും ഉണ്ടാവും. ഷെരീഫിന് കുറച്ച് പടം ചെയ്യണ്ടേ, ആൻസന്റെ പടം ചെയ്യണ്ടേ, എനിക്ക് കുറച്ച് പടം ചെയ്യാതെ ഡിഫറെന്റ്. ബട്ട് വരുമ്പോൾ 1.5 സെറ്റപ്പിൽ തന്നെ വരും. ബിക്കോസ് തിയേറ്ററിക്കൽ സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഐ തിങ്ക് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കോൺഫിഡൻസ്. നല്ല സിനിമ അല്ലെങ്കിൽ നല്ല കോണ്ടന്റ് മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടാൽ
ഓഡിയൻസ് അത് സ്വീകരിക്കും. റിഗാർഡ്ലെസ് ഓഫ് എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഉണ്ണിമൂന്നിനല്ല സിനിമ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഉണ്ണിമൂന്നിന് അതിലൊരു ചെറിയൊരു ഞാൻ അതിലൊന്നുമല്ല സത്യത്തിൽ. സിനിമയ്ക്കൊരു ക്വാളിറ്റി ഉണ്ട്. അതിൽ ഷെരീഫ് ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് സിനിമയിൽ വന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് അത് ഒരു പാഷൻ ഡ്രിവൻ ആളായിട്ട് എനിക്കുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഹരീഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേ നമ്മൾ സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യമാണെങ്കിൽ ചില സ്റ്റൈലിങ്ങിൻ്റെ കാര്യമാണെങ്കിലും വാസ് വില്ലിങ് ടു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല. സോ ഭയങ്കര ക്രിയേറ്റീവ്ലി ഒരു സിനിമയെ നോട്ട് ജസ്റ്റ് ബിസിനസ് ബട്ട് ഒരു ആർട്ടായിട്ട് പോലും കണ്ടിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത്. ഇത് നിങ്ങളെല്ലാവരും പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത ക്രിസ്മസിന് നാർക്കോ ഫ്രാഞ്ചൈസിയിൽ അടുത്ത ക്രിസ്മസിന് അടുത്ത ഡിസംബർ എനിക്ക് ലക്കിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.